പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിച്ചത് എന്താണ്? നാം ചിന്തിച്ചു വന്നത് എന്താണ്? ഇയ്യോബിൻ്റെ മത്സരം, ഇയ്യോബിൻ്റെ ഡിഫെൻസ്, ഇയ്യോബിൻ്റെ എതിർപ്പ്. എനിക്കെന്തുകൊണ്ട് ഇത് വന്നു? ഞാൻ നന്മ ചെയ്തിട്ട് എനിക്കെന്തുകൊണ്ട് ഇത് വന്നു? ഇയ്യോബ് ദൈവത്തോട് തന്നെ ചോദ്യം ചെയ്യും പോലെയാണ് സംസാരിച്ചതല്ല. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അതാണ് 38 അധ്യായം തുടങ്ങുമ്പോൾ നാം കാണുന്നത്. ഒരു സംഭവം ഉണ്ടായി. എന്താണത്? വായിക്കാം. 38 അധ്യായം 1 വാക്യം. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരമരുളിച്ചത് എന്തെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന ഒരുവൻ ആര്? നീ പുരുഷനെപ്പോലെ അരമുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക. അതിൻ്റെ അളവ് നിയമിച്ചവനാര്? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവനാര്? സ്തോത്രം. ദൈവം ഇയ്യോബിന് പ്രത്യക്ഷനായി. എങ്ങനെ? ചുഴലിക്കാറ്റിൽ. വലിയൊരു ചുഴലിക്കാറ്റിൻ്റെ ഒരു സീൽക്കാര ശബ്ദം. ചുഴലിക്കാറ്റിങ്ങനെ ആഞ്ഞു വീശുന്നു. ഇയ്യോബ് ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്നേഹിതന്മാർ കൂടെ ഇരിക്കുന്നുണ്ട്. തേമാനായ എലിഫസും ശൂഖനായ ബിൽദാദും നയമാനായ സോഫറും അടുക്ക ഇരിക്കുന്നുണ്ട്. പിന്നീട് എലിഹു എന്ന് പറയുന്ന ഒരാൾ വന്നു. ഇവർ 4 പേരടുക്കൽ ഇരിക്കുമ്പോൾ ഇവരോട് സംസാരിച്ചുകൊണ്ട് ഇയ്യോബ് സ്വയം ന്യായീകരിക്കുകയാണ്, ന്യായീകരണങ്ങൾ പറയുകയാണ്. നിരാശയിൽ നിന്നാണ് പറയുന്നതെല്ലാം. ഇത്രയും വലിയ കഷ്ടതയല്ലേ വന്നത്? മക്കൾ 10 പേരും ഒരുമിച്ച് മരിക്കുന്നു, സ്വത്തെല്ലാം നഷ്ടപ്പെടുന്നു, ഇപ്പോൾ ശരീരത്തിൽ രോഗം വന്നിരിക്കുന്നു, ഭാര്യ ഇയ്യോബിനോട് നീ ആത്മഹത്യ ചെയ്യൂ എന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാ വിധത്തിലും ദുരിതങ്ങളുടെ മധ്യത്തിൽ വന്ന് വലയം ചെയ്ത് കഷ്ടപ്പെട്ട് വിഷമിച്ച് ഇയ്യോബ് യാതന അനുഭവിക്കുമ്പോൾ ഇയ്യോബ് പറയുകയാണ്, എനിക്കെന്താണ് ഇങ്ങനെ വന്നത്? എന്തുകൊണ്ട് ഈ കഷ്ടതകൾ? എന്തുകൊണ്ട് ഈ യാതനകൾ? ദൈവം എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു? യോ ഭക്തനാണല്ലോ, ദൈവത്തോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഇത് വന്നു?
അപ്പോഴാണ് ചുഴലിക്കാറ്റ്, ശക്തമായ ചുഴലിക്കാറ്റ്. ഇയ്യോബ് ശ്രദ്ധിച്ചു. ഭാവനയിൽ ഞാൻ കാണട്ടെ, ഇയ്യോബ് ശ്രദ്ധിച്ചു. ചുഴലിക്കാറ്റ് വീശിയപ്പോൾ ഇയ്യോബ് ഒരു കാര്യം സൂക്ഷിച്ചു. എന്താണെന്നറിയാമോ? ഭാവനയിലാണ്. ഇയ്യോബിൻ്റെ കയ്യിലൊരു ഓട്ട് കഷ്ണം ഉണ്ടല്ലോ, ഓട്ടിൻ കഷ്ണം. ആ ഓട്ടിൻ കഷ്ണം മുറുകെ പിടിച്ചു. അത് ഈ കാറ്റത്ത് പോകരുത്. ഈ ശരീരത്തിലുള്ള വ്രണങ്ങളുടെ ചുറ്റുമുള്ള ഭാഗത്ത് ചൊറിയുമ്പോൾ അതെല്ലാം ചൊറിയുവാനായിട്ടുള്ള ഒരു ഓട്ടിൻ കഷ്ണം എടുത്തുകൊണ്ട് ഇയ്യോബ് അവിടെ ഇരിക്കുന്നത്, ചാരത്തിലിരിക്കുന്നത്. ആ ഓട്ടിൻ കഷ്ണം കാറ്റ് പറപ്പിച്ചുകൊണ്ട് പോകരുത്. വേറെ സ്വത്തൊന്നുമില്ല കയ്യിൽ, ഇനി പോകാനൊന്നുമില്ല. ആകെ കൈവശമുള്ളത് ഈ ഒരു ഓട്ടിൻ കഷ്ണമാണ്. അത് മുറുകെ പിടിച്ചു. അത് പോകരുത്, ഈ കാറ്റത്ത് പറന്നു പോകരുത്. ചുഴലിക്കാറ്റ് വീശി വീട് ആകെ മറിഞ്ഞു വീണു, മക്കളെല്ലാം മരിച്ചു, ദുരിതങ്ങൾ വന്നു, ആപത്തൊന്നും എല്ലാം വന്നല്ലോ. ഇനി ഈ ചുഴലിക്കാറ്റിൽ അടുത്ത ചുഴലിക്കാറ്റ് വരുന്നു. ഇയ്യോബ് മുറുകെ പിടിച്ചു. പക്ഷേ ഈ പ്രാവശ്യം ചുഴലിക്കാറ്റിൽ ദുരിതങ്ങളല്ല വന്നത്. പ്രിയപ്പെട്ടവരെ, ചില ചുഴലിക്കാറ്റുകൾ നമുക്ക് ജീവനുള്ള ദൈവത്തെ കൊണ്ടുവന്ന് തരും, ദൈവത്തിൻ്റെ വചനം കൊണ്ടുവന്ന് തരും. ചുഴലിക്കാറ്റ് വചനം കൊണ്ടുവന്ന് തരും. ചുഴലിക്കാറ്റ് വീശുമ്പോൾ നാം അധൈര്യപ്പെടരുത്. ചുഴലിക്കാറ്റുകൾ, ദുരിതങ്ങൾ, കൊടുങ്കാറ്റുകൾ വരുമ്പോൾ നാം അധൈര്യപ്പെട്ടു പോകരുത്. ഇയ്യോബ് ആ ചുഴലിക്കാറ്റിലേക്ക് നോക്കി. അപ്പോഴാണ് മനസ്സിലായത്, ഒരു ശബ്ദം കേൾക്കാം, ചുഴലിക്കാറ്റിൻ്റെ ശബ്ദം. വൈകി 1-ാം വാക്യം. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരമരുളിച്ചത് എന്തെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന ഒരുവൻ ആര്? എന്താ അജ്ഞതയിൽ ഈ വാക്കുകളൊക്കെ പറയുന്നത്? മോനെ, നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു പരിചയമില്ലാത്തതിനെ പോലെ നീ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? നമുക്ക് പരിചയമുണ്ടല്ലോ, നിനക്കെൻ്റെ പരിചയമുണ്ടല്ലോ. ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞതല്ലേ? നീ എൻ്റെ ഭക്തനല്ലേ? നീ ദൈവഭക്തനല്ലേ? ദൈവത്തിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരുന്നതല്ലേ? പിശാചിന് പോലും പിടികൂടാൻ വകയില്ലാത്ത വിധത്തിൽ നീ കരുതലോടെ നിന്നവനല്ലേ? നീ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോയത്? ദുരിതം വന്നപ്പോൾ നീ എന്നെ മറന്നുപോയത് എന്താണ്? അറിവില്ലാത്ത വാക്കുകളാൽ ആലോചനയെ ഇരുളാക്കുന്ന ഒരുവൻ ആര്? നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. നീ വേണമെങ്കിൽ അരമുറുക്കി ഇരുന്നുകൊള്ളൂ, കേൾക്കാൻ തയ്യാറായി ഇരുന്നുകൊള്ളൂ. നീ പുരുഷനെ പോലെ അരമുറുക്കി ഇരുന്നു കൊള്ളുക. ഞാൻ നിന്നോട് ചോദിക്കും, എന്നോട് ഉത്തരം പറയുക. കാര്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്, നീ എന്നോട് ഉത്തരം പറയുക. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഏതാണ്ടെല്ലാം അറിയാവുന്നതിനെ പോലെ നീ സംസാരിക്കുന്നല്ലോ. നീ എവിടെയായിരുന്നു അന്ന്? ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക. നിനക്ക് അറിവുണ്ടെങ്കിൽ പ്രസ്താവിക്കൂ. അതിൻ്റെ അളവ് നിയമിച്ചവനാര്? ഈ ഭൂമിയുടെ അളവ് നിയമിച്ചവൻ ആരാണ്? നീ അറിയുന്നുവോ? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവനാര്? ഭൂമിക്ക് അളവ് നൂൽ പിടിച്ചവനാര്? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? ദൈവത്തിന് സ്തോത്രം. ദൈവം ചോദിക്കുകയാണ്, ഈ ഭൂമിയെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഈ ഭൂമി എവിടെയാണ് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്? ഈ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചത് എവിടെയാണ്? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഉല്ലസിക്കുന്ന സമയത്ത് നീ എവിടെയായിരുന്നു? ഈ ആകാശഗോളങ്ങൾ ഇതെല്ലാം ചലിക്കുന്നു, ചിലത് ചലിക്കാതിരിക്കുന്നു. അപ്പോൾ നീ എവിടെയാണ്? നീ എന്തറിയുന്നു? എന്തറിഞ്ഞിട്ടാണ് നീ സംസാരിക്കുന്നത്? ഈ പ്രകൃതിയെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഈ വാനത്തിലുള്ളതായ ഗോളങ്ങളെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ച് നിനക്ക് എന്തറിയാം? മകയിരത്തെയും കാർത്തികയെയും കുറിച്ച് നിനക്ക് എന്തറിയാം? മകയിര നക്ഷത്രം, കാർത്തിക നക്ഷത്രം, മകയിരത്തെയും കാർത്തികയെയും കുറിച്ച് നിനക്ക് എന്തറിയാം? നിനക്ക് എന്തറിഞ്ഞിട്ടാണ് നീ സംസാരിക്കുന്നത്? സ്തോത്രം. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ എന്തെല്ലാമോ ചിന്തിച്ചു പോവുകയാണ്. അവനവൻ്റെ ആ ചുറ്റുവട്ടത്തിലുള്ളത് മാത്രമേ അവൻ കാണുന്നുള്ളൂ, സ്വന്തം ജീവിതത്തിലെ കാര്യങ്ങളെ കാണുന്നുള്ളൂ. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രകൃതിയിലുള്ളത്, എന്തെല്ലാമാണ് ഈ അണ്ടകടാഹത്തിലുള്ളത്, ഈ സർവ്വ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉള്ളത്? നീ എന്തറിഞ്ഞിട്ടാണ് നീ സംസാരിക്കുന്നത്? നീ എന്നോട് ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നീ നിന്നെ ഉപദ്രവിച്ചെന്നെല്ലാം നീ എന്നോട് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് നിനക്ക് പ്രകൃതിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോന്ന് ദൈവം ഇങ്ങനെ ചോദിക്കുകയാണ്. മഹാനഗരത്തെ ചൂണ്ടിലിട്ട് പിടിക്കാമോ? ദൈവം ചോദിക്കുകയാണ്. വലിയ മുതലയെ ചൂണ്ടിലിട്ട് പിടിക്കാമോ? പറ്റുമോ? അതും എൻ്റെ സൃഷ്ടിയല്ലയോ? ഈ നദീഹയം, വെള്ളത്തിലെ കുതിര, നീർക്കുതിരയുടെ ഗതി നിനക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? അറിയാമോ നിനക്ക്? വനഗർദ്ധവത്തെ കെട്ടഴിച്ചു വിട്ടത് ആരാണ്? വനത്തിലെ കഴുതയെ കെട്ടഴിച്ചു വിട്ടത് ആരാണ്? ഗർദ്ധവം കഴുത, വനഗർദ്ധവത്തെ കെട്ടഴിച്ചു വിട്ടത് ആരാണ്? ദൈവം ഓരോന്നോരോന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇയ്യോബ് അമ്പരപ്പോടിങ്ങനെ കേട്ടിരുന്നു. ഇതുവരെയും ദൈവത്തോട് വാദിച്ചുകൊണ്ടിരുന്ന ഇയ്യോബ് ഇപ്പോൾ സ്നേഹിതന്മാരോടും ദൈവത്തോടും ഒരുപോലെ വാദിച്ചുകൊണ്ടിരുന്ന ഇയ്യോബ് ഇപ്പോൾ മിണ്ടാട്ടമില്ലാതെ കേൾക്കുകയാണ്. ഇയ്യോബ് സംസാരിക്കാതെ കേൾക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോന്നിങ്ങനെ ചോദിക്കുകയാണ്. എല്ലാം ഇപ്പോൾ ഇരിക്കാൻ സമയമില്ലല്ലോ. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറച്ചെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇയ്യോബ് ഇപ്രകാരം
പറയുകയാണ്. 40-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. അതിനെ ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു? കർത്താവേ, ഞാൻ നിസ്സാരനാണ്, ഞാൻ നിന്നോട് എന്ത് പറയാനാണ്? കാരണം ഇയ്യോബിനോട് ദൈവം അരുളി ചെയ്തത് 40-ാം അധ്യായം 1-ാം വാക്യത്തിൽ 1-ാം വാക്യത്തിൽ കാണാം. യഹോവ പിന്നെയും ഇയ്യോബിനോട് അരുളിച്ചത് എന്തെന്നാൽ, ആക്ഷേപകൻ സർവശക്തനോട് വാദിക്കുമോ? നീ ആക്ഷേപിച്ച് സംസാരിക്കുന്നുവോ? നീ ആക്ഷേപകനല്ലേ? നീ ആക്ഷേപിച്ച് സംസാരിക്കത്തക്കവണ്ണം നീ ആര്, ഞാൻ ആര്? ആക്ഷേപകൻ സർവശക്തനോട് വാദിക്കുമോ? ദൈവത്തോട് തർക്കിക്കുന്നവൻ ഇതിന് ഉത്തരം പറയട്ടെ. ദൈവത്തോട് തർക്കിച്ചുകൊണ്ട് നീ നിന്നില്ലേ? നീ ഉത്തരം പറയൂ. ദൈവത്തോടല്ലേ നീ തർക്കിച്ചത്? നീ ഉത്തരം പറയൂ. ദൈവത്തിന് സ്തോത്രം. ഇത്രയായപ്പോഴേക്ക് ഇയ്യോബ് തളർന്നു. ഇയ്യോബിൻ്റെ വാദഗതികളൊക്കെ താണു. ഇയ്യോബ് വിനയപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് പറയുകയാണ്, ഞാൻ നിസ്സാരനല്ലോ, ഞാൻ നിന്നോട് എന്ത് ഉത്തരം പറയേണ്ടു? ഞാൻ നിസ്സാരനല്ലേ, എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ നിസ്സാരനല്ലേ. അടുത്ത വാക്യം. ഞാൻ കൈകൊണ്ട് വായി പൊത്തിക്കൊള്ളുന്നു. ഞാൻ മിണ്ടുന്നില്ല, ഞാൻ കൈകൊണ്ട് വായി പൊത്തിക്കൊള്ളുന്നു. കൈകൊണ്ട് വായി പൊത്തിക്കൊള്ളുന്നു. പിന്നെ ഒരു വട്ടം ഞാൻ സംസാരിച്ചു. ഞാൻ കുറേയെല്ലാം സംസാരിച്ചു പോയി. ഒരു പ്രാവശ്യം ഞാൻ സംസാരിച്ചു, ഇനി ഉത്തരം പറകയില്ല. ഇനി ഞാൻ മിണ്ടുകയില്ല. 2 വട്ടം ഞാൻ ഉര ചെയ്തു, ഇനി മിണ്ടുകയില്ല. 2 പ്രാവശ്യം പറഞ്ഞു പോയി, ഇനി മിണ്ടുകയില്ല. ഇല്ല, എനിക്ക് പണ്ടാനൊന്നുമില്ല, എനിക്ക് ന്യായവാദം ചെയ്യാനൊന്നുമില്ല, ന്യായം പറയാൻ എനിക്കൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ കേന്ദ്ര ആശയം, വൈ ദീസ് ഡിസാസ്റ്റേഴ്സ്, എന്തുകൊണ്ട് ഈ ദുരിതങ്ങൾ, എന്തുകൊണ്ട് ഈ കഷ്ടതകൾ, ഈ കഷ്ടതകൾ എന്തുകൊണ്ട്? അതാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ വിഷയം തന്നെ. മനുഷ്യൻ്റെ എക്കാലത്തെയും ഉള്ളൊരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് കഷ്ടതകൾ, ഈ യാതനകൾ എന്തുകൊണ്ട് വരുന്നു? മനുഷ്യന് പലതും വാദിക്കാം. അവൻ്റെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് മനുഷ്യന് ദൈവത്തോട് വാദിക്കാം. വളരെ പരിമിതമായ അറിവല്ലേ നമുക്കുള്ളൂ. എന്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലപ്പോഴെല്ലാം തന്നെത്താനെന്ന് പറയും, കർത്താവേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന്. എന്താണെന്നറിയാമോ? ഓരോന്നോരോന്ന് ചിന്തിക്കുമ്പോൾ ഒന്നിടത്ത് എത്തുന്നില്ല, ഒരിടത്തും അന്തം കാണുന്നില്ല. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ വെളിച്ചം സഞ്ചരിക്കുന്നു. അങ്ങനെ വെളിച്ചം സഞ്ചരിച്ചിട്ട് ഒരു സെക്കൻഡിൽ ഒന്ന് ഞൊടിക്കുമ്പോൾ 1,86,000 മൈൽ വെളിച്ചം സഞ്ചരിക്കുന്നു. അങ്ങനെ വെളിച്ചം സഞ്ചരിച്ചിട്ട് ഇപ്പോഴും ഭൂമിയിൽ വെളിച്ചം എത്തിയിട്ടില്ലാത്ത അത്ര ദൂരെ നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചം എന്താണ്? നോക്കൂ, ഇങ്ങനെ നാം ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ഈ സൗരയൂഥത്തിൽ ഒരു സൂര്യനെ കാണുന്നു, ഒരു സൂര്യൻ. അതുപോലെ എണ്ണിയാൽ തീരാത്ത സൂര്യന്മാരുണ്ട്. ഓരോ നക്ഷത്രവും ഓരോ സൂര്യനാണ്. എണ്ണിയാൽ തീരാത്ത സൂര്യന്മാർ. ചിലതിൻ്റെ എല്ലാം വെളിച്ചം ഭൂമിയിൽ എത്തിയിട്ടുണ്ട്, നക്ഷത്രങ്ങൾ കാണാം, ചിലത് കാണാൻ വയ്യ. എണ്ണിയാൽ തീരാത്ത നക്ഷത്രങ്ങൾ. ഈ എണ്ണിയാൽ തീരാത്ത നക്ഷത്രങ്ങൾ ചേർന്ന് ഒരു സൗരയൂഥം, അത് നമ്മുടെ സൂര്യൻ്റെ ചുറ്റുമുള്ള ഒരു സൗരയൂഥം. എന്നാൽ ഈ ഭൂമിയിൽ സൂര്യനിലേക്ക് 9.3 crores മൈൽസ്, 9.3 കോടി മൈൽ ദൂരമുണ്ട്. ഇവിടുന്ന് സൂര്യനിലേക്ക് 9.3 കോടി. ഇതുപോലുള്ള ഒരു സൗരയൂഥം, ഇതുപോലെ എണ്ണിയാൽ തീരാത്ത സൗരയൂഥങ്ങളുണ്ട്. നോക്കൂ, അതിന് ഒരു മിൽക്കി വേ എന്ന് പറയുന്നു. എണ്ണിയാൽ തീരാത്ത സൗരയൂഥങ്ങളുണ്ട്, ഒരു മിൽക്കി വേ. എണ്ണിയാൽ തീരാത്ത മിൽക്കി വേസ് ഉണ്ട്, ഒരു ഗാലക്സി. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ബുദ്ധിയിലെത്തുമോ? നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ ആരുടെയും ബുദ്ധിയിൽ ഒതുങ്ങുന്നില്ല. ശാസ്ത്രജ്ഞന്മാർ പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്, പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. പുതിയ പുതിയ ഗ്രഹങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇന്ന് പുതിയ ഗ്രഹങ്ങൾ കണ്ടുപിടിക്കുന്നു. ഗ്രഹങ്ങളുടെ എണ്ണം കൂടുന്നു. ഗ്രഹങ്ങൾ ചിലത് കൊഴിഞ്ഞു പോകുന്നു. എന്തെല്ലാം നമുക്കൊന്നും മനസ്സിലാവുകയില്ല. എന്നാൽ ഒന്നുണ്ട്, എല്ലാം സൃഷ്ടിച്ച ജീവനുള്ള ക്രിസ്തു എല്ലാം സൃഷ്ടിച്ചു. എല്ലാം സൃഷ്ടിച്ച ജീവനുള്ള ദൈവം, എല്ലാം സൃഷ്ടിച്ചവൻ, സൃഷ്ടാവ്. അത്രയും മാത്രം നമുക്കറിയാം, വേറൊന്നും അറിയണ്ട. കർത്താവേ, ഞാൻ നിസ്സാരൻ, വെറും പൊടി, വെറും ഒരു പൊടി. അവിടുത്തെ കൈപ്പണിയായ ഒരു ചെറിയ പൊടിയുടെ ഒരു തരി മാത്രം. എന്നാൽ നിൻ്റെ തൃക്കരം കൊണ്ട് മെനഞ്ഞ ഈ അണ്ടകടാഹം മുഴുവനും, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എല്ലാമുള്ള ഈ ഗാലക്സീസ്, കർത്താവ്, എൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നില്ല. നമുക്കതേ പറയാൻ പറ്റും, എൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നില്ല. മനുഷ്യനൊന്നും അറിഞ്ഞുകൂടാ. എന്താണ്, എവിടെ ഇങ്ങോട്ട് പോകുന്നു, എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ, അവൻ്റെ സ്ഥിതി എന്താണ്, അവൻ്റെ പ്രകൃതി എന്താണ്, ഒന്നും അറിഞ്ഞുകൂടാ. എന്തിന്? നമ്മുടെ ചിന്തകളെ നമുക്കൊന്ന് നിയന്ത്രിക്കാൻ പറ്റുമോ? ചിന്തകൾ നിയന്ത്രിക്കാൻ പറ്റുകയില്ല. ചിന്തകൾ നിയന്ത്രിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലെങ്കിൽ ചിന്തകൾ നിയന്ത്രിക്കാൻ പറ്റുകയില്ല. നമ്മുടെ
ഒരിക്കലും വേണ്ടാത്ത ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൂടി കടന്നു പോകുന്നു. ഇതെന്താണിത്? ഞാൻ ആഗ്രഹിക്കാത്ത ചിന്തകളാണ് പോകുന്നത്, ആഗ്രഹിക്കാത്ത ചിന്തകൾ. ഇതെന്താണ് ഈ ചിന്തകൾ വരുന്നത്? ദൈവം പറയുന്നു, പകൽ പറന്ന അസ്ത്രത്തെ നീ പേടിക്കേണ്ട, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തെ നീ പേടിക്കേണ്ട, ഉച്ച തൂന്ന കാറ്റിനെ നീ പേടിക്കേണ്ട. കൊള്ളിയാൻ മിന്നുന്നത് പോലെ ചില ചിന്തകൾ ഇങ്ങനെ മിന്നിപ്പോകും, മിന്നൽ പിണർ പോലെ. എന്തുകൊണ്ടിത്? ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നാവിൽ ചില അരുതാത്ത വാക്കുകൾ വരുന്നു. എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്ന വാക്കുകളല്ല എന്ന് പറയുന്നത്. ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കാത്ത ചില വാക്കുകൾ നാവിൽ വരുന്നു. ഇതെന്താണ്? പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചാൽ മാത്രമേ ആ വാക്കുകൾ മാറുകയുള്ളൂ. നാവിൽ വരുന്നതായ ആ വാക്കുകൾ അത് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് തരുമ്പോൾ എല്ലാം മാറും. അതാണ്, ചിന്തകളെ നിയന്ത്രിക്കും, നമ്മുടെ നാവിലിരുന്ന വാക്കുകൾ നിയന്ത്രിക്കും. ഒരുപക്ഷെ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിയാമോ, ചിലർക്ക് തോന്നും അടുത്തിരിക്കുന്നതിന് തല്ലണമെന്ന്. അതെന്താണത്? ഒരാൾ പറഞ്ഞതാണ്, സാറേ ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ എൻ്റെ സൂപ്രണ്ടിനെ തല്ലണമെന്ന് തോന്നുകയാണ്. ഈ എറണാകുളത്ത് ജോലിയുള്ള ഒരാളാണ്. അദ്ദേഹം കോട്ടയത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. കോട്ടയത്ത് നിന്ന് രാവിലെ വേണാട് എക്സ്പ്രസ്സിന് പോരുമ്പോൾ ശാന്തനായിട്ടിരിക്കുകയാണ്. കയ്യിൽ ബാഗുണ്ട്, ബാഗിൽ ഉച്ചഭക്ഷണമുണ്ട്, ഭാര്യ ഇതെല്ലാം തയ്യാറാക്കി കൊടുത്തു വിട്ടതാണ്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ട്രെയിനിലിരിക്കും. ഒരു വൈക്കം റോഡ് കഴിയുമ്പോൾ ആൾ എഴുന്നേക്കും. വൈക്കം റോഡ് കഴിയുമ്പോൾ എഴുന്നേറ്റ് അവിടെ വാതിക്കലേക്ക് ചെല്ലും, ട്രെയിനിൻ്റെ വാതിക്കലേക്ക്. പിറവത്ത് എത്തുമ്പോൾ ആറിൻ്റെ മീതെ, പുഴയുടെ മീതെ ട്രെയിൻ പോകുമ്പോൾ അതിന് തോന്നും പുഴയിലേക്ക് ചാടണമെന്ന്. ഇതെന്താണ് സാറേ, എങ്ങനെ തോന്നുന്നത്? തന്നെയല്ല, ചിലപ്പോൾ തോന്നും ആ ബാഗ് അങ്ങോട്ട് വലിച്ചെറിയണമെന്ന്. ബാഗിൽ ഫയലും ഉണ്ട്, ചോറ് മാത്രമല്ല, ബാഗ് പുഴയിലേക്ക് എറിയണമെന്ന്. ഭാഗ്യവശാൽ എറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? തന്നെ നിയന്ത്രിക്കാൻ വയ്യാത്ത ചില ചിന്തകൾക്ക് തിക്കി വരികയാണ്. ഒരു ദുഷ്ടശക്തി അകത്തിരുന്ന് പ്രവർത്തിക്കുകയാണ്, ചില ഭൂതാത്മാക്കൾ അകത്തുനിന്ന് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ എറണാകുളത്തെത്തി ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാൻ വേർത്ത് കുളിച്ചാണ് ഓടി ചെല്ലുന്നത്. ഇവിടെ ശാന്തമായിട്ട് ഇരുന്നു, ഫാനിൻ്റെ കീഴിൽ ഇരുന്നു, വിശ്രമിച്ചു. അപ്പോൾ എല്ലാവരും ഓരോ ജോലി ചെയ്യുന്നു. എനിക്കപ്പോൾ തോന്നുകയാണ് സൂപ്രണ്ടിനെ കയറി അടിക്കണമെന്ന്. അടിച്ചിട്ടില്ല. എന്താ ഇത്? തന്നെ നിയന്ത്രിക്കാൻ വയ്യാത്ത പോലെ ചില ചിന്തകളോ ചില വ്യാപാരങ്ങളോ ശരീരത്തിലോ മനസ്സിലോ കൂടി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നിയന്ത്രിച്ചു തരും. ആര് നിയന്ത്രിച്ചു തരും? പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചു തരും. ജീവനുള്ള ക്രിസ്തുവിനെ നാം കൈക്കൊള്ളുമെങ്കിൽ, ക്രിസ്തു നമ്മുടെ അകത്ത് വരുമെങ്കിൽ ഈ വേണ്ടാത്ത ചിന്തകൾ തമ്മിൽ നിന്ന് മാറിപ്പോകും, വേണ്ടാത്തതെല്ലാം മാറിപ്പോകും. അയ്യോ പറയുകയാണ്, എൻ്റെ കർത്താവേ, അറിവില്ലാതെ ഞാൻ ചിലതൊക്കെ പറഞ്ഞുപോയി, നീ എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ മിണ്ടുകയില്ല. 2 വട്ടം ഞാൻ പറഞ്ഞുപോയി, കർത്താവേ എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ ഉരയുകയില്ല, ഇനി ഞാൻ മിണ്ടുകയില്ല. ഞാൻ വായ അടക്കുന്നു, കൈകൊണ്ട് വായ പൊത്തിക്കൊള്ളുന്നു. ദൈവം പിന്നെയും യോബിനോട് വാദിക്കുന്നുണ്ട്. ഈ ചുഴലിക്കാറ്റിൽ കൂടി ദൈവം പിന്നെയും വാദിക്കുകയാണ്. 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, ഇയ്യോബ് നല്ലപോലെ താഴുന്നു. 38-ാം അധ്യായം മുതൽ 42-ാം അധ്യായം വരെ വരുമ്പോഴേക്കും ഇയ്യോബിൻ്റെ ഡെലിവറൻസാണ്. ഇയ്യോബ് ഈ നിരാശയിൽ നിന്നെല്ലാം ഡെലിവേർഡ് ആകുകയാണ്, നിരാശയിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ചിന്താഗതികളിൽ നിന്നും നിങ്ങളുടെ നിരാശയിൽ നിന്നുമെല്ലാം വിടുതൽ തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് മോചനം തരാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് മോചനം കിട്ടും, പേടിക്കേണ്ട. നിങ്ങൾക്ക് മോചനം തരാൻ ദൈവത്തിന് സാധിക്കും. ഇയ്യോബിന് ദൈവം മോചനം കൊടുക്കുകയാണ്, വിമോചനം കൊടുക്കുകയാണ്. ഇയ്യോബിന് ദൈവം ഡെലിവറൻസ് കൊടുക്കുകയാണ്. എങ്ങനെയാണത്? ഇയ്യോബ് ദൈവത്തോട് പറയുകയാണ്, വായിക്കൂ. അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്ന ഒരുവനാര്? അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ദൈവത്തിന് സ്തോത്രം. ലിവിങ് ബൈബിളിൽ വായിക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. യോ പറയുകയാണ്, ഐ നോ ദാറ്റ് യു ക്യാൻ ഡു എനിത്തിങ്. നിനക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ആൻഡ് ദാറ്റ് നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു. നിന്നെ തടയാൻ ആർക്ക് സാധ്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഐ നോ ദാറ്റ് യു ക്യാൻ ഡു എനിത്തിങ് ആൻഡ് ദാറ്റ് നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു. നിന്നെ തടുക്കാൻ ആർക്ക് കഴിയുകയില്ലെന്ന് ദൈവമേ എനിക്ക് മനസ്സിലായി. മാത്രമല്ല, യു ആസ്ക്, ദൈവമേ നീ എന്നോട് ചോദിക്കുന്നു, ഹൂ ഇറ്റ് ഈസ് ഹൂ ഹാവ് സോ ഫൂളിഷ്ലി ഡിനൈഡ് യുവർ പ്രൊവിഡൻസ്. ദൈവത്തെ നിഷേധിച്ചവൻ ആരാണ്? ദൈവം എന്നോട് ചോദിക്കുന്നു. ആരാണിത്? ദൈവത്തെ നിഷേധിച്ചവൻ, സർവശക്തനായ ദൈവത്തെ നിഷേധിച്ചവൻ ആരാണ്? ദൈവം ചോദിക്കുന്നു. യു ആസ്ക് ഹൂ ഇറ്റ് ഈസ് ഹൂ ഹാസ് സോ ഫൂളിഷ്ലി ഡിനൈഡ് യുവർ പ്രൊവിഡൻസ്.
ഇറ്റ് ഈസ് ഐ. ദൈവമേ, അത് ഞാനാണ്. ദൈവത്തെ നിഷേധിച്ചവൻ ഞാനാണ്. ദൈവത്തോട് മത്സരിച്ചവൻ ഞാനാണ്. ദൈവത്തിൽ അറിവില്ലാതെ പറഞ്ഞു പോയവൻ ഞാനാണ്. ഇറ്റ് ഈസ് ഐ. ഇത് ഞാനാണ്. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് തിങ്സ് ഐ ന്യൂ നത്തിങ് അബൌട്ട്. അയ്യോ കർത്താവേ, എനിക്ക് അറിയാൻ വയ്യാത്തത് എന്തെല്ലാമാണ് ഞാൻ പറഞ്ഞു പോയത്. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് തിങ്സ് ഐ ന്യൂ നത്തിങ് അബൌട്ട്. എനിക്കറിയാൻ വയ്യാത്ത അനേകം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയി. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് തിങ്സ് ഐ ന്യൂ നത്തിങ് അബൌട്ട് ആൻഡ് ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്കറിയാൻ വയ്യാത്തത്, മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയി. തിങ്സ് ഫാർ വണ്ടർഫുൾ ഫോർ മീ. എനിക്ക് എന്നെ സംബന്ധിച്ചോളം അത്യത്ഭുതമായ കാര്യങ്ങളാണ്, എനിക്ക് എത്തിപ്പെടാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോയത്. കർത്താവേ, എനിക്ക് പിടികിട്ടാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോയത്. ദൈവമേ, നീ എന്നോട് ക്ഷമിക്കണമേ. യു സെഡ് ലിസൺ ആൻഡ് ഐ വിൽ സ്പീക്ക്. നീ എന്നോട് പറഞ്ഞല്ലോ കർത്താവേ, നീ ശ്രദ്ധിക്കൂ, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന്. ലെറ്റ് മീ പുട്ട് ദി ക്വസ്റ്റ്യൻസ് ടു യു, സീ ഇഫ് യു ക്യാൻ ആൻസർ ദം. ഞാൻ ചില ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്, നിനക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ, നിനക്ക് മറുപടി പറയാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ലെറ്റ് മീ പുട്ട് ദി ക്വസ്റ്റ്യൻസ് ടു യു. ഈ ചില ചോദ്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കട്ടെ. നീ പറഞ്ഞല്ലോ കർത്താവേ, സീ ഇഫ് യു ക്യാൻ ആൻസർ മീ. നീ ഇതെല്ലാം എനിക്ക് ആൻസർ ചെയ്യാൻ നിനക്ക് സാധിക്കുമെന്ന് നോക്കൂ. ബട്ട് നൗ ഐ സേ. കർത്താവേ, ഇല്ല, എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയില്ല. നൗ ഐ സേ, ഞാൻ പറയുന്നു. ഐ ഹാഡ് ഹേർഡ് അബൌട്ട് യു ബിഫോർ. ഞാൻ നിന്നെക്കുറിച്ചൊരു കേട്ടുകേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ബട്ട് നൗ ഐ ഹാവ് സീൻ യു. ഇപ്പോൾ ഞാൻ നിന്നെ നേരിട്ട് കാണുന്നു. ആൻഡ് ഐ ലോത്ത് മിസെൽഫ്. ഞാൻ എന്നെ തന്നെ ഞാൻ വെറുക്കുന്നു. ആൻഡ് റിപ്പൻറ്റ് ഇൻ ഡസ്റ്റ് ആൻഡ് ആഷസ്. ഞാനിപ്പോൾ പൊടിയിലും ചാരത്തിലും കണ്ട് അനുഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവയോട് പറയുകയാണ്, നീ സംസാരിക്കൂ, നീ മറുപടി പറയൂ. ഇല്ല കർത്താവേ, എനിക്ക് മറുപടി പറയാൻ വകയില്ല. ഞാൻ ഇപ്പോൾ എന്നെ തന്നെ വെറുത്ത് ഞാൻ പൊടിയിലും ചാരത്തിലും കണ്ട് അനുഭവിക്കുന്നു. ഞാൻ നിന്നെക്കുറിച്ചൊരു കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ നിന്നെ എൻ്റെ സ്വന്തം കണ്ണാൽ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ഡെലിവറൻസ്. സ്വന്തം കണ്ണാൽ ദൈവത്തെ കാണും, ദൈവത്തെ തിരിച്ചറിയുന്നു. ഇതുവരെയും ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല. ദൈവഭക്തനായിരുന്നു, പക്ഷേ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല. ദൈവവിശ്വാസിയായിരുന്നു, പക്ഷേ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ഭക്തനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദോഷമിട്ട് അകലുന്നവനായിരുന്നു, പക്ഷേ ദൈവത്തെ തിരിച്ചറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ. നാം ആരും തികഞ്ഞിട്ടില്ല. നാം ആരും ഒന്നും തികഞ്ഞവരല്ല. ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ഒന്നും അറിഞ്ഞുകൂടാ. കർത്താവിന് സ്തോത്രം. ഒന്നും അറിഞ്ഞുകൂടാ. നിത്യനായ ദൈവത്തെക്കുറിച്ച് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. സർവ്വലഭനായ ദൈവത്തെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. സർവ്വജ്ഞാനിയായ ദൈവത്തെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. സർവ്വജ്ഞാനിയായ ദൈവം, സർവ്വവ്യാപിയായ ദൈവം, സർവ്വശക്തനായ ദൈവം നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ നിന്നെക്കുറിച്ചൊരു കേട്ടുകേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണാലെ കാണുന്നു. വൈ ദീ സഫറിങ്സ്. എന്തിനാണ് കഷ്ടതകൾ? സ്വന്തം കണ്ണാൽ ദൈവത്തെ കാണാൻ. എല്ലാം നന്മയ്ക്കാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുന്നത് എല്ലാം നന്മയ്ക്കായി മാറും എപ്പോൾ ദൈവത്തെ നാം തിരിച്ചറിയുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. ദുരിതങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ദൈവത്തെ തിരിച്ചറിയുക. ഒന്നും മറുപടി പറയാനില്ല, ഒരു ന്യായവാദവും പറയാനില്ല, ഒരു അവകാശവും പറയാനില്ല. കർത്താവേ, എനിക്ക് ന്യായം പറയാനൊന്നുമില്ല. ഞാനോ പാപിയായ മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഇപ്പോൾ എനിക്ക് അനുതാപം വരികയാണ്, എനിക്ക് കുറ്റബോധം വരികയാണ്. ഞാൻ ഒന്നും അറിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുപോയി. ദൈവമേ, നീ എന്നോട് ക്ഷമിക്കണമേ. കർത്താവിന് സ്തോത്രം. ഇയ്യോബിന് ഡെലിവറൻസ് കിട്ടുകയാണ്. സ്നേഹിതരെ, ഇന്ന് നിങ്ങൾക്ക് ഇയ്യോബിൻ്റെ സഹിഷ്ണുത പഠിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ഗ്രഹിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്ന പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഞാൻ നിരാശനായിപ്പോയി. എൻ്റെ ജീവിതത്തിൽ വന്ന ദുരിതങ്ങളുടെ മധ്യത്തിൽ ഞാൻ വേദനിച്ചു പോയി, ഞാൻ വിഷമിച്ചു പോയി. എന്നാൽ ഇപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു. കർത്താവേ, എനിക്കൊന്നും അറിവില്ലാതിരുന്നു. ഞാൻ നിന്നെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ സ്വന്തം കണ്ണാലെ ഞാൻ കാണുന്നു. ഈ ദുരിതങ്ങൾ വന്നത് നന്നായി, ഈ കഷ്ടത വന്നത് നന്നായി, ഡിസ്ട്രസ് വന്നത് നന്നായി. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയാൻ അനേകം കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ഒന്നും അറിയാതെ പലതും പറഞ്ഞു പോയി എന്ന് മനസ്സിലായി. നിന്നെക്കുറിച്ച് ഞാൻ കേട്ടുകേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണാൽ അതിനെ കാണുന്നു. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവജനമേ, ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നിരാശപ്പെട്ടു പോയ സമയങ്ങളുണ്ട്, ഞാൻ വാടിപ്പോയ സമയങ്ങളുണ്ട്, ഞാൻ മ്ലാനായി പോയ സമയങ്ങളുണ്ട്, ഞാൻ വിഷമിച്ചു പോയ സമയങ്ങളുണ്ട്, ഞാൻ അമ്പരപ്പിലായ സമയങ്ങളുണ്ട്, ഞാൻ സംഭ്രമിച്ചു പോയ സമയങ്ങളുണ്ട്, ഞാൻ പരിഭ്രാന്തനായി പോയ സമയങ്ങളുണ്ട്. കർത്താവേ, എന്തു വേണ്ടെന്നറിയാതെ ഞാൻ നിലവിളിച്ചു പോയ സമയങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ എൻ്റെ നിരാശയെല്ലാം എന്നിൽ നിന്ന് മാറുന്നു. കർത്താവേ, നീ വലിയവനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. നീ സർവ്വലഭനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. സർവ്വജ്ഞാനിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. സർവ്വവ്യാപിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. നീ എൻ്റെ സൃഷ്ടാവാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. നീ അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ബുദ്ധിയിൽ ഗ്രഹിക്കാൻ പറ്റാത്ത അനേകം കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ ഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ വെറുത്ത്
പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. ഞാനിതാ എന്നെ തന്നെ വെറുക്കുന്നു, ചാരത്തിൽ കിടന്ന് അനുദപിക്കുന്നു. എനിക്ക് ന്യായം പറയാൻ വകയില്ല. ഞാൻ അനുതാപത്തോട് തിരുമ്പാകെ വരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന് അനുതാപം ഉണ്ടായി. സംഭവിച്ചത് എന്താണെന്നറിയാമോ? അനുതാപം ഉണ്ടായപ്പോൾ, ഇയ്യോബ് തന്നെ അനുദപിച്ചപ്പോൾ, ഇയ്യോബിന് കുറ്റബോധം ഉണ്ടായപ്പോൾ, ദൈവത്തിന് സ്തോത്രം, ഇയ്യോബ് ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ എന്തുണ്ടായി? ഇയ്യോബിന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടി. എല്ലാം തിരികെ കിട്ടി. അതാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിനെല്ലാം തിരികെ കിട്ടിയെന്ന് മാത്രമല്ല, ഇയ്യോബിന് തൻ്റെ മക്കളെ തിരികെ കിട്ടി. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബിന് 10 മക്കളുണ്ടായി. മാത്രമല്ല, ഇയ്യോബിന് സമ്പത്തെല്ലാം തിരികെ കിട്ടി. ഇയ്യോബിന് അനുഗ്രഹങ്ങൾ തിരികെ കിട്ടി. ദൈവത്തിന് സ്തോത്രം. 42-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പിൽക്കാലം അനുഗ്രഹീതമായി തീർന്നു, മുൻകാലത്തേക്കാൾ അനുഗ്രഹമായി തീർന്നു. എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് ഒരു കാര്യം മാത്രം അപേക്ഷിക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഒരു നല്ല പിൽക്കാലം വേണമോ? ഇനിയുള്ള കാലം നല്ല കാലമാകണമോ? ഒറ്റയ്ക്കൊരു കാര്യം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ പെടഞ്ഞ് മരിച്ചവൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി എല്ലാം നിവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഞാൻ വായിച്ചു സങ്കീർത്തനത്തിൽ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എല്ലാം നിർവഹിക്കാനൊരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി എല്ലാം നിർവഹിക്കാനൊരു ദൈവമുണ്ട്. മകനെ നീ വിശ്വസിക്കൂ, മകളെ നീ വിശ്വസിക്കൂ. നിൻ്റെ കാര്യം നോക്കാനൊരു ദൈവമുണ്ട്. നിൻ്റെ വേദന കാണാനൊരു ദൈവമുണ്ട്. നിൻ്റെ പ്രശ്നം കാണാനൊരു ദൈവമുണ്ട്. പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാനൊരു ദൈവമുണ്ട്. എല്ലാറ്റിനും പരിഹാരം തരാൻ യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരാൻ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. ഈ വിശ്വസിക്കൂ. വിശ്വാസത്തോടെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കൂ. കർത്താവ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാനിതാ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിൽ കിടന്ന് അനുഭവിക്കുന്നു. എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ നിസ്സാരത ഞാനിതാ സമർപ്പിക്കുന്നു. നിസ്സാരതയിൽ, എൻ്റെ അല്പത്വത്തിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. സമർപ്പിച്ചു കൊടുക്കൂ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്. നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കൂ ദൈവകരങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ ഭുജങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കൂ. ദൈവത്തോട് വാക്ക് പറയൂ, കർത്താവേ എന്നെ തന്നെ ഇതാ സമർപ്പിക്കുന്നു. എൻ്റെ ഭാവി ഇതാ ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ ജീവിതം ഞാൻ ഇതാ സമർപ്പിക്കുന്നു. എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും ഞാനിതാ തിരുവൻപാകെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച രക്ഷക, നിൻ്റെ പാദപീഠത്തിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു. നമുക്ക് സമർപ്പിക്കാം. നമുക്ക് സമാധാനം അനുഭവിക്കാം. ക്രിസ്തുവിൽ നിന്ന് സമാധാനം പ്രാപിക്കാം. ക്രിസ്തുവിന് ഐശ്വര്യം പ്രാപിക്കാം. ക്രിസ്തുവിന് ശോഭനകാലങ്ങൾ പ്രാപിക്കാം. നല്ല ഭാവി നമുക്ക് ഏറ്റുവാങ്ങാം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, ഞങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ വാഗ്ദാനങ്ങൾ തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കുരിശിന് ശേഷം ഒരു കിരീടമുണ്ടെന്ന് ഞങ്ങൾ കാണിച്ചു തന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വലിയ ബ്ലീഡിങ്ങിന് ശേഷം ഒരു വലിയ ബ്ലെസ്സിങ് ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി തരുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മേൽ തൃക്കരം വയ്ക്കണമേ. തിരക്തത്തെ ഞങ്ങൾ കഴുകണമേ. തിരക്തത്തെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകി ഞങ്ങൾ വെടുപ്പാക്കി വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ മഹത്വമുള്ള രാജ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. രണ്ടാമത്തെ വരയിൽ പറന്നു കയറുന്ന വിശുദ്ധമാരുടെ നിലനിൽപ്പാൻ ഞങ്ങളെയും വിശുദ്ധരാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.